നമസ്കാരം. റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ഒരു സുപ്രധാന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയമാണ് നടപ്പിലാക്കുന്നത്. 2025 ജനുവരി 26 മുതൽ ലക്നൌവിൽ ഹെൽമെറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നൽകില്ല എന്ന നയം നടപ്പിലാക്കാനാണ് നീക്കം. ഈ നയം പ്രകാരം ഹെൽമെറ്റ് ധരിക്കാതെ പെട്രോൾ നിറയ്ക്കാൻ പമ്പുകളിൽ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല. ബൈക്ക് ഓടിക്കുന്നവർക്കും പിൻസീറ്റിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന റൈഡർമാർക്കും പെട്രോൾ നൽകില്ല. റോഡ് അപകട മരണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് ലക്നൌ ജില്ലാ മജിസ്ട്രേറ്റ് സൂര്യപാൽ ഗാംഗ്വാർ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ഹെൽമെറ്റ് ധരിക്കാത്തത് മൂലമുള്ള മരണങ്ങൾ തടയുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സാക്ഷ്യപ്പെടുത്തി ഹെൽമെറ്റ് ധരിക്കുന്നത് ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കും പിൻസീറ്റ് യാത്രികർക്കും നിർബന്ധമാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988, ഉത്തർപ്രദേശ് മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1998 എന്നിവ പ്രകാരമാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയിരിക്കുന്നത്. എല്ലാ പെട്രോൾ പമ്പുകളിലും 7 ദിവസത്തിനുള്ളിൽ ഈ നയം വ്യക്തമായി എഴുതിയിരിക്കുന്ന വലിയ സൈനേജ് ബോർഡുകൾ സ്ഥാപിക്കുകയും വേണം. തർക്കം ഒഴിവാക്കാൻ പെട്രോൾ പമ്പ് ഉടമകൾ തങ്ങളുടെ CCTV ക്യാമറകൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. 2022 സംസ്ഥാനത്ത് 36,875 റോഡ് അപകടങ്ങൾ ഉണ്ടായെന്നും 24,109 പേർ മരിക്കുകയും 21,696 പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബ്രിജേഷ് നാരായൺ സിംഗ് പറയുന്നുണ്ട്. ലക്നൌവിൽ 1408 അപകടങ്ങൾ സംഭവിക്കുകയും 643 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 994 ഈ ആശങ്കാജനകമായ സ്ഥിതി വിവര കണക്കുകൾ കണക്കിലെടുക്കുമ്പോൾ ഈ നയം ഹെൽമറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്നും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന മാരകമായ അപകടങ്ങൾ കുറയ്ക്കുമെന്നും ഭരണകൂടം പ്രതീക്ഷിക്കുന്നുണ്ട്. ലക്നൌവിന് പുറമെ നോയിഡ പോലുള്ള മറ്റു നഗരപ്രദേശങ്ങളിലും ഈ നിയമം നടപ്പാക്കും. എന്നാൽ UP പെട്രോളിയം അസോസിയേഷൻ ഈ നയത്തെ എതിർത്തിരുന്നു. ഈ നിയമം വാണിജ്യപരമായ വീക്ഷണകോണിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും ഇന്ധന സ്റ്റേഷനുകൾ വേണ്ടത്ര തയ്യാറാക്കിയിട്ടില്ലെന്നും അസോസിയേഷനുകൾ പറയുന്നുണ്ട്. അതേസമയം പുതിയ നയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് കാണുന്നത്. പലരും ഇതൊരു നല്ല ചുവടുവെപ്പായി കണക്കാക്കുമ്പോൾ ഹെൽമറ്റ് ശീലം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടതുണ്ടെന്നാണ് ചിലർ പറയുന്നത്. സംസ്ഥാനത്തെ 75 ജില്ലകളിലെയും ജില്ലാ മജിസ്ട്രേറ്റുകൾക്കും ഡിവിഷണൽ കമ്മീഷണർമാർക്കും അയച്ച കത്തിൽ ഇരുചക്ര വാഹന അപകടത്തിൽപ്പെട്ടവരിൽ ഗണ്യമായ എണ്ണം ഹെൽമെറ്റ് ധരിക്കുന്നില്ലെന്ന് കാണിക്കുന്ന കണക്കുകൾ ഉദ്ധരിച്ച് നടപടിയുടെ അടിയന്തര പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ നടപടികളുടെ അവലോകനത്തിനിടെ ഈ മാസം ആദ്യം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ നിർദ്ദേശങ്ങളും ഇത് എടുത്തു കാണിക്കുന്നതാണ്.